ഒന്നാമത്, ആര് ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നോ അവന് വേണ്ടി പ്രാർത്ഥിക്കണം. രണ്ടാമത്, വചനം ഗ്രഹിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന. രണ്ടാമത്, എഫേസ്യ ലേഖനത്തിൽ അതിൻ്റെ 6-ാം അധ്യായം 19-ാമത്തെ വാക്യം വായിക്കാം. 19-20 ചേർത്ത് വായിക്കാം. ഞാൻ ചങ്ങല ധരിച്ചു സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എൻ്റെ വായ തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ടവണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പിൻ. സ്തോത്രം, 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 സ്തോത്രം. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനപതിയായി സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എൻ്റെ വായ തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ടവണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിക്കുവീൻ. അപ്പം രണ്ടാമത്, വചനം പറയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒന്ന്, വചനം കേൾക്കുന്നവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രണ്ട്, അവർ വചനം പറയുന്ന ദൈവഭക്തന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോസ്തലൻ പറയുന്ന രണ്ട് കാര്യങ്ങൾ അവിടെ നോട്ട് ചെയ്യേണ്ടതാണ്. ഞാൻ വായ തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടണം. എഴുതി വച്ചിരിക്കുന്ന ഈ വചനം നൽകപ്പെടുക എന്ന് പറയുന്നതിനകത്തൊരു അത്ഭുതമുണ്ട്. ദൈവികമായൊരു പ്രകാശനത്തിലാണ് ദൈവവചനം നമുക്ക് അനുഗ്രഹമായി തീരുന്നത്. അപ്പോൾ എനിക്ക് വചനം നൽകപ്പെടണം. വളരെ വർഷങ്ങൾ വേദപുസ്തകം പഠിച്ചൊരു മനുഷ്യനാ ശൗല് അല്ലെങ്കിൽ പൗലോസ്. പക്ഷെ അദ്ദേഹം പറയുകയാണ്, ആ പഠനം കൊണ്ട് ശുശ്രൂഷ അനുഗ്രഹമാകത്തില്ല, എനിക്ക് വചനം നൽകപ്പെടണം. രണ്ട്, ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിനെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കണം. വചനം ലഭിക്കണം, അത് പറയേണ്ട പോലെ പറയാൻ കൃപ കിട്ടണം. അതിനുവേണ്ടി ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യം. എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ടവണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ. ആമേൻ. ഇങ്ങനെ വചനം ഗ്രഹിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 44-45 വാക്യങ്ങൾ കൂടെ ഒന്ന് വായിച്ചേരെ. പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോട് കൂടി ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് കർത്താവ് അവരുടെ ബുദ്ധിയെ തുറന്നു എന്ന് പറഞ്ഞാൽ എന്തോ ഒന്ന് ക്ലിക്ക് ചെയ്തു ദൈവം തമ്പുരാൻ. അപ്പം ഏതോ ഒരു ഡോറും കൂടെ ഓപ്പണായി. അപ്പം അന്ന് വരെ ഗ്രഹിക്കാത്ത മേഖലകളിലേക്ക് അവരുടെ അറിവ്, അവരുടെ പരിജ്ഞാനം വികസിച്ചു. അപ്പം കർത്താവിൻ്റെ സഹായത്താലേ ദൈവത്തിന് ഗ്രഹിക്കാൻ പറ്റുള്ളതാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കുക എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം. മറ്റൊരു കാര്യം, യെശയ്യാ പ്രവചനം 34-ാം അധ്യായം 16-ാം വാക്യം. അന്വേഷിച്ച് വായിക്കുക, അന്വേഷണ ബുദ്ധിയോടെ വായിക്കുക. അന്വേഷിച്ച് വായിക്കുക, അന്വേഷണ ബുദ്ധിയോടെ കൂടെ വായിക്കുക. ഭക്തി വായനയുണ്ട്, ചടങ്ങ് വായനയുണ്ട്. ഭക്തി വായന എന്ന് പറയുന്നത് വീടുകളിലൊക്കെ കിടക്കാൻ നേരത്തോ ഒക്കെ വായിക്കുന്ന വായനയാണ് ഭക്തി വായന. ചടങ്ങ് വായന പള്ളി വായിക്കുന്ന വായന. മരണ വീട്ടിലെ വായനയും ചടങ്ങ് വായനയാണ്. ആരും ഗ്രഹിക്കുന്നില്ലെന്നുള്ളത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും.
എന്നാൽ വായിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഇപ്പം ഇവിടെ കണ്ടു. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിക്കുക, അന്വേഷണ ബുദ്ധിയോടുകൂടെ വായിക്കുക. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള കൃപ നമുക്ക് ലഭിക്കും. ഇത്രയും പറഞ്ഞ് ആ ഭാഗം അങ്ങ് വിടട്ടെ. വചനം ഗ്രഹിക്കുവാൻ പ്രാർത്ഥനയോടുകൂടെ ബൈബിളിലേക്ക് വരണം, ഒരിക്കലല്ല എപ്പോഴും. ഇനിയും പിശാചിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. വീണ്ടും നമ്മുടെ ഉപമയിലേക്ക് ഒന്ന് തിരിച്ചു വന്നാട്ടെ. 3-4 വാക്യങ്ങൾ വീണ്ടും വായിച്ചാട്ടെ. പറവകൾ വന്ന് തിന്നു കളഞ്ഞു. വിത എന്ന് പറയുമ്പോൾ നെൽ വയലുകളിൽ അല്ലെങ്കിൽ വയലുകളിൽ വിത്ത് എറിയുന്നതിനെയാണ് വിതയ്ക്കുക എന്ന് പറയുന്നത്. അതിങ്ങനെ എറിയുകയാണ്. എറിഞ്ഞപ്പോൾ ചിലതിങ്ങനെ വഴിയരികി വീണു. അപ്പം തന്നെ പറവ വന്നു. ഏതെങ്കിലും കർഷകൻ വിതയ്ക്കുന്നതിന് മുമ്പ് പറവയ്ക്ക് നോട്ടീസ് കൊടുക്കുമോ? ഇങ്ങനെ നാളെ തൊട്ട് വിതയാണ്, പറവകളെല്ലാം വന്നോണം എന്ന് പറയുമോ? ഇല്ല. വിതയുണ്ടെങ്കിൽ പറവ വന്നിരിക്കും. എന്തെങ്കിലും ഒരു മെസ്സേജ് അതിലുണ്ട്. ഈ മീറ്റിംഗ് ഇവിടെ വെച്ച കാര്യം പിശാച് അറിഞ്ഞിട്ടുണ്ട്. പിശാചിന് മാത്രമേ നിങ്ങൾ നോട്ടീസ് കൊടുക്കാത്തുള്ളൂ, ബാക്കി എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. പക്ഷെ മറ്റെല്ലാവരും വരുന്നതിന് മുമ്പ് പുള്ളി വന്നിട്ടുമുണ്ട്. സ്വതന്ത്രം. പുള്ളി വളരെ കൃത്യതയുള്ള ആളാണ്. പുള്ളി ഇതിനകത്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാവോ? ഒന്ന്, നിങ്ങൾക്ക് യോഗത്തിന് വരാതെ ആക്കാൻ എന്തെങ്കിലും പണിയുണ്ടോ എന്ന് നോക്കും. ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുമോ, പിള്ളേർക്ക് എന്തെങ്കിലും പ്രോബ്ലം വരുമോ, അസുഖം വരുമോ, വഴിയിൽ തടസ്സം വരികയോ ഒക്കെ ചെയ്ത് നിങ്ങളിത് കേൾപ്പിക്കാതെ ആക്കാം. രണ്ടാമത്തെ പരിപാടി, ഈ ക്ലാസ് എടുക്കേണ്ട പുള്ളിയെ ഉപദ്രവിക്കുക. അതാരും നിന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ തൊട്ട്. സ്വതന്ത്രം. അസ്വസ്ഥത ഉണ്ടാക്കുക. ഇനി ഇതെല്ലാം കഴിഞ്ഞ് കഷ്ടപ്പെട്ട് ഇവിടം വരെ വന്നാലുണ്ടല്ലോ, ഇവിടെ വന്നിരുന്ന് ഉറങ്ങുക. ഇന്നാരും ഉറങ്ങിയിട്ടില്ല, പക്ഷെ പല യോഗങ്ങളിൽ ഉറങ്ങുന്നുണ്ടല്ലോ. വന്നു കേട്ടോ, കേട്ടില്ല. സ്വതന്ത്രം. ഇനി വേണ്ട, ഉറങ്ങണ്ടെന്ന് വെച്ചാലോ കൊച്ചുങ്ങൾ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ട് ഒരക്ഷരം കേൾപ്പിക്കുകയില്ല. ഇപ്പോഴും എത്ര ഡീസൻ്റായിട്ടാണ് പിള്ളേരൊക്കെ ഇരിക്കുന്നത്. ഞാൻ ബോംബെയിൽ ക്ലാസ് എടുത്തപ്പോൾ ഒരു സഹോദരിയെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. അന്നത്തെ എൻ്റെ പരിജ്ഞാനക്കുറവ് കൊണ്ടാണെന്ന് ഞാനിപ്പം ഏറ്റുപറയുന്നു. ആ സഹോദരി നേഴ്സാണ്. ഈ ഡ്യൂട്ടിയെല്ലാം ചെയ്ത് കഷ്ടപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ക്ലാസ്സിന് വേണ്ടി ഓടി കതച്ച് വന്നതാണ്. ചീവീട് പോലെ കരയുന്നൊരു കൊച്ചുണ്ട്. ഈ കൊച്ചിനെയും കൊണ്ട് സഹോദരി കഷ്ടപ്പെടുക. ഒരു ഇടുങ്ങിയ സ്കൂളിലായിരുന്നു ക്ലാസ് എടുക്കുക. കൊലോസ് ലേഖനാണ് ക്ലാസ് എടുക്കുന്നത്. പ്രധാനപ്പെട്ട ഭാഗം പറയുമ്പോൾ കൊച്ചു തുടങ്ങും. ഈ സഹോദരി ആ കൊച്ചിനെ എടുത്തോണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. കുറേ നേരമായപ്പോൾ ഈ മനുഷ്യരെല്ലാം അങ്ങോട്ട് നോക്കുക. ഞാൻ പറഞ്ഞു, സിസ്റ്റർ, നിങ്ങൾ ദയവ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുക കൊച്ചിനെയും കൊണ്ട്, ബാക്കിയുള്ളവർക്കെങ്കിലും ക്ലാസ് കേൾക്കാമല്ലോ. സഹോദരി അനുസരിച്ച് കേട്ടോ. ക്ലാസ് ശാന്തമായി എല്ലാവരും അറ്റൻഡ് ചെയ്തു. ഒരാഴ്ച ക്ലാസ് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി. ആ കഥയൊക്കെ അങ്ങ് മറന്നുപോയി. ഒരു 5-6 കൊല്ലം കഴിഞ്ഞ് ഞാൻ കുവൈറ്റിൽ പ്രസംഗിക്കുമ്പോൾ ഈ സഹോദരി അവിടെ എത്തിയിട്ടുണ്ട്. യോഗം കഴിഞ്ഞ് പലർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ ഈ സഹോദരി വന്ന് ചോദിച്ചു, എന്നെ ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ല, എന്നെ പണ്ട് ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടതാ, ഞാൻ മറക്കുകയല്ലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഞാൻ അങ്ങനെ ഇറക്കി വിട്ടത് കൊണ്ട് ഇപ്പം കുവൈറ്റിലെത്തിയില്ലേ? അപ്പോൾ ദൈവത്തെ അനുസരിച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. സ്തോത്രം. കണ്ടോ? അപ്പോൾ ആ സഹോദരി വളരെ ആത്മാർത്ഥത്തോടുകൂടി വന്നതാണ്. പക്ഷേ അസ്വസ്ഥത ഉണ്ടാക്കുക. ഞാൻ ചോദിച്ചു, ഈ കൊച്ചിപ്പം അങ്ങനെയുണ്ടോ? ഇപ്പം ഇല്ലെന്ന് പറഞ്ഞാൽ കൊച്ചിൻ്റെ അസുഖം മാറിയെന്ന് പറഞ്ഞു. പോട്ടെ, എങ്ങനെയെങ്കിലും വചനം നമുക്കിടെ ഉള്ളിൽ വരുത്താതെയാക്കുക. ഈ തന്ത്രങ്ങളൊക്കെ അവൻ ചെയ്യും. ഏറ്റവും ഒടുവിൽ വചനം ഗ്രഹിപ്പിക്കാതെയാക്കുക.
ചുമ്മാ ശ്രദ്ധയോടുകൂടെ കേട്ടേച്ചു പോവുക. പല പല യോഗങ്ങളിലും ഒന്നും തന്നെ ഗ്രഹിക്കുന്നില്ല. അതിൻ്റെ മുഴുവൻ കുറ്റവും ജനങ്ങളെ പറയരുത് എന്ന് ദൈവം എന്നോട് പറഞ്ഞു. കർത്താവ് എന്നോട് പറഞ്ഞു, ഗ്രഹിക്കാവുന്നത് പോലെ നീ പറയണം, അല്ലാതെ ജനത്തെ കുറ്റം പറയരുത്. ഗ്രഹിക്കാവുന്നത് പോലെ പറയണം. സ്തോത്രം. അങ്ങനെ ദൈവം എന്നെ ആ കാര്യത്തിൽ ശാസിച്ചപ്പോൾ ഞാൻ സ്പീഡ് കുറച്ച് പ്രസംഗിക്കാൻ തുടങ്ങി. പണ്ട് ഞാൻ ധരിച്ചു വെച്ചിരിക്കുന്നത് ശ്വാസം വിടാതെ 100 മൈൽ സ്പീഡിൽ പോകുന്നതാണ് നല്ല പ്രസംഗമെന്നാണ് ഞാൻ ധരിച്ചു വെച്ചിരുന്നത്. ആ പ്രസംഗം നല്ല ഉണർവ് പോലെ തോന്നുമെങ്കിലും ആർക്കും ഒന്നും മനസ്സിലാകുകയില്ല. അതേ പ്രസംഗം തന്നെ എനിക്ക് പിറ്റേ ദിവസവും ചെയ്യാം, ആർക്കും പിടികിട്ടുകയില്ല. സ്തോത്രം. എന്നാൽ ഈ സാധനം നാളെ പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഗ്രഹിക്കുവാൻ 2 ഗ്രൂപ്പും ഉത്സാഹിക്കേണ്ടതാണ്. സ്തോത്രം. ഗ്രഹിക്കാതിരുന്നാൽ പിശാച് എടുത്തുകൊണ്ട് പോകും. അപ്പം സാത്താന് അങ്ങനെ നമ്മളിൽ പ്രവർത്തിക്കാൻ പറ്റുമോ? അതിന് വേദപുസ്തകത്തിൽ വളരെ കൃത്യമായ പഠനമുണ്ട്. പിശാച് അങ്ങനെ കയറി എടുക്കത്തില്ല, പക്ഷെ ഗ്രഹിക്കാതിരുന്നത് എടുത്തുകൊണ്ട് പോയി. അപ്പം നമ്മുടെ ഭാഗത്തെ ഒരു അശ്രദ്ധയാണ് അവന് പ്രവർത്തിക്കാനുള്ള ഇടം കിട്ടിയത്. അപ്പോൾ എഫേസ്യ ലേഖനത്തിലെ വാക്യം ഓർമ്മ വരിക, പിശാചിന് ഇടം കൊടുക്കരുത്. അങ്ങനൊരു വാക്യമില്ലേ? ഉണ്ട്. പിശാചിന് ഇടം കൊടുക്കരുത്. ഇടം കൊടുത്താലോ ആ ഇടം അവൻ ഉപയോഗിക്കും. പിന്നെ ഇറങ്ങിപ്പോകാൻ എളുപ്പമല്ല. പിശാചിന് ഇടം കൊടുക്കരുത്. നമ്മുടെ അശ്രദ്ധ അവന് ഇടം കൊടുക്കലാണ്. നമ്മുടെ പ്രാർത്ഥനാക്കുറവ് അവന് ഇടം കൊടുക്കലാണ്. നമ്മുടെ അനാവശ്യ സംഭാഷണങ്ങൾ അവന് ഇടം കൊടുക്കലാണ്. നമ്മുടെ അവിശ്വാസത്തിൻ്റെ വാക്കുകൾ അവന് ഇടം കൊടുക്കലാണ്. നമ്മൾ തെറ്റായ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ അവൻ ഇടം കൊടുക്കുകയാണ്. പിശാചിന് ഇടം കൊടുക്കരുത്. അപ്പോൾ പിശാച് നമ്മിൽ പ്രവർത്തിക്കുന്നത് എപ്പോൾ, എങ്ങനെ? നാം അവന് ഇടം കൊടുക്കുമ്പോൾ, അവസരം കൊടുക്കുമ്പോൾ മാത്രമേ അവന് ദൈവമക്കളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. പിശാചിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചെറിയൊരു നോട്ട്, ചെറിയൊരു ചിന്ത നമുക്ക് രാവിലെ നോക്കാം, ഈ ക്ലാസ്സിൽ നോക്കാം. 2 കൊരിന്ത്യർ 2-ാം അധ്യായം 11-ാം വാക്യം. അവൻ്റെ തന്ത്രങ്ങൾ നാം അറിയുന്നവരായിരിക്കണം എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. അറിയാത്തവരല്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിയാത്തവരാകരുത് എന്നാണ്. വിശ്വാസികൾ നിർബന്ധമായും പിശാചിൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് അവെയറായിരിക്കണം, അറിയണം. അവൻ നേരിട്ട് ഉപദ്രവിക്കുകയല്ല, തന്ത്രങ്ങൾ പ്രയോഗിക്കുകയാണ്. തന്ത്രങ്ങൾ പ്രയോഗിക്കുമ്പോൾ അവനാണിതിൻ്റെ പുറകിലെന്ന് പോലും നമുക്ക് മനസ്സിലാകത്തില്ല. അങ്ങനെ പല പല തന്ത്രങ്ങൾ ഉപയോഗിച്ച് നമ്മെ തകർത്ത് കളയുവാനുള്ള ശ്രമങ്ങൾ പിശാച് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. 2 കൊരിന്ത്യർ 11-ാം അധ്യായം 2-3 വാക്യങ്ങളിലും അതിൻ്റെ കണ്ടിന്യൂവേഷൻ ഉണ്ട്.
നോക്കൂ, പിശാച് നമ്മിൽ ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ തന്ത്രം നമ്മുടെ ഏകാഗ്രത കളയുക എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഏകാഗ്രത വിട്ടാൽ നിർമ്മലത വിടും, നിർമ്മലത വിട്ടാൽ വഷളായി പോവും. ഇതാണതിൻ്റെ ക്രമം. അപ്പം ഏകാഗ്രതയാണ് ഏറ്റവും പ്രധാനം. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മനസ്സിൽ കർത്താവിനോടുള്ള ആ നിരന്തരമായ ബന്ധമാണ് പ്രധാനം. അതിനെ മാറ്റിക്കളയുവാനാണ് പിശാച് പരിശ്രമിക്കുന്നത്. ഏകാഗ്രത പോയി, കുറച്ച് കഴിയുമ്പോൾ നിർമ്മലത പോയി, കുറച്ച് കഴിയുമ്പോൾ വഷളായിപ്പോയി. അങ്ങനെ വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. കണ്ടോ സാത്താൻ്റെ തന്ത്രങ്ങൾ. ഞാൻ ഈ കഴിഞ്ഞ മാസം പെരുമ്പാവൂരിനടുത്ത് ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ അനുഭവം എന്നോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഒരു 30 വയസ്സിനുള്ളിൽ വളരെ അധികം ബിസിനസ് രംഗത്ത് ഉയർന്ന ഒരു ചെറുപ്പക്കാരൻ, കേരളത്തിൽ വളരെ നല്ല നിലയിൽ സാമ്പത്തിക ഭദ്രത ചെറുപ്രായത്തിലെ സമ്പാദിച്ച ഒരു ചെറുപ്പക്കാരൻ. അതിനിടയിൽ അവൻ വിശ്വാസത്തിലൊക്കെ വന്നു, ദൈവവചനമൊക്കെ പഠിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് സുവിശേഷങ്ങൾ നടത്തും സ്വന്തം ചെലവിൽ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ബിസിനസ്സിലെ തിരക്കങ്ങ് വർദ്ധിച്ചു. ഒരു ദിവസം അവൻ്റെ ഭാര്യ അവനോട് ചോദിക്കുക, എന്തിനാ ഈ ജീവിതം? ഉടനെ പുള്ളി പറഞ്ഞു, എന്നാ കുഴപ്പമെന്നാ? മറ്റു പലർക്കും ഇല്ലാത്ത എന്തെല്ലാം സൗകര്യങ്ങൾ നമുക്കുണ്ട്, എത്ര വണ്ടി നമുക്കുണ്ടോ നീ നോക്ക്. നീ എന്നോട് നേരത്തെ ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കി സന്ധ്യ ആകുമ്പോൾ വീട്ടിൽ വരണമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ബിസിനസ് എല്ലാം കട്ട് ഷോട്ട് ചെയ്ത് ഞാൻ കറക്റ്റ് 8 മണി 9 മണിക്കുള്ളിൽ ഞാൻ വീട്ടിൽ വരുന്നുണ്ട്. നിങ്ങൾ വീട്ടിൽ വന്ന ഇടത്തെ കയ്യിൽ ഒരു ഫോണും വലത്തെ കൈ മറ്റേ ഫോണും. നിങ്ങൾ വീട്ടിൽ വന്നോണ്ട് എന്നാ പ്രയോജനം? നിങ്ങൾ വീട്ടിൽ വരുന്നത് വരാതെ ഒരുപോലെയാ. നിങ്ങളിങ്ങനെ ഇവിടെ വന്നൊന്ന് അതിനെനിക്കിവിടെ ഫോട്ടോ കണ്ടാ പോരെ? നിങ്ങൾ അവിടെയും ഫോണില്ല ഇവിടെയും ഫോണില്ല. എന്ത് നേടും നമ്മൾ ഇതുകൊണ്ട്? ഈ കുഞ്ഞുങ്ങളോട് മിണ്ടാൻ നിങ്ങൾക്ക് നേരമുണ്ടോ? ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, എൻ്റെ ഭാര്യ എൻ്റെ കണ്ണു തുറപ്പിച്ചു, എനിക്ക് അത്രയും വലിയ ബിസിനസ് ഒറ്റ ദിവസം കൊണ്ട് വെട്ടിച്ചുരുക്കാൻ പറ്റുകയില്ല, പക്ഷെ ഞാൻ അന്ന് തൊട്ട് വെട്ടിച്ചുരുക്കി. എന്താ അവൻ ചെയ്തത്? അവൻ കള്ളു പിടിച്ചില്ല, അവനൊരു കുഴപ്പവും ചെയ്തില്ല, ഏകാഗ്രത പോയതേ ഉള്ളൂ. ഏകാഗ്രത പോയതേ ഉള്ളൂ. പിന്നെ എന്നാ ചെയ്യും? അതിൽ നിന്നൊക്കെ കിട്ടുന്ന കാശ് കൊടുത്ത് വല്ലപ്പോഴും ഒരു യോഗം കൂടി അങ്ങ് നടത്തിയേക്കാം. അത് ഈ വഴിപാട് പോലെയാ. ദൈവത്തിന് നിന്റെ കാശല്ല വേണ്ടത്, നിന്നെയാ വേണ്ടത്. സ്തോത്രം, സ്തോത്രം. ഏകാഗ്രത നഷ്ടപ്പെടുത്തുന്നതാണ് സാത്താൻ്റെ ഏറ്റവും വലിയ തന്ത്രം. ഏത് രാജ്യത്ത് താമസിച്ചാലും ഈ തന്ത്രം സൂക്ഷിച്ചോണം. നിങ്ങൾ ഭയങ്കര ബിസി ആണെങ്കിൽ സൂക്ഷിക്കണം, ദൈവത്തെക്കാൾ ബിസി ആകരുത്. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് ഒട്ടും സമയമില്ല എന്ന് കർത്താവിനോട് മാത്രം പറയരുത്, വേറെ ആരോട് വേണമെങ്കിലും പറഞ്ഞോണം. അങ്ങനെ നമ്മൾ ഓവറായിട്ട് ബിസി ആയി കഴിയുമ്പോൾ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനൊന്നും പറ്റാതെ വരും. നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയാൻ പറ്റാതെ വരും. ദൈവത്തിൻ്റെ വചനം നമുക്ക് ഗ്രഹിക്കാൻ പറ്റാതെയാവും. പിന്നെ ഒരു ചടങ്ങ് പോലെ പള്ളിയിൽ പോയിട്ട് അങ്ങ് പോവും. എല്ലാം ഒരു ചടങ്ങ് പോലെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അങ്ങനെ പോകുന്നതിനിടയിൽ കർത്താവിൻ്റെ കാഹളം ധ്വനിക്കും, നമ്മൾ അറിയുകയുമില്ല.
സ്തോത്രം. പിശാചിൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് പത്രോസ് ശ്ലീഹ പറയുന്നത് ഞാൻ നിങ്ങളെ കാണിക്കാം. 1 പത്രോസ് 5-ാം അധ്യായം 8-ാം വാക്യം. ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ പ്രിയപ്പെട്ടവരെ, ആ വാക്യം ഒന്ന് മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. നമുക്കറിയാവുന്ന വാക്യമാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കാം. ഒന്നുകൂടെ വായിച്ച്. പിശാച് 24 മണിക്കൂറും വിശുദ്ധന്മാരെ തകർത്ത് കളയാൻ ശ്രമിക്കുന്നു എന്ന് ആ വാക്യത്തിൽ നിന്ന് അർത്ഥം എടുക്കാമല്ലോ. ഇനി അതിന് വ്യാഖ്യാനമൊന്നും വേണ്ടല്ലോ. അങ്ങനെ ഒരു ടാർഗറ്റ്, അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. പിശാചിനെ നമുക്ക് കാണത്തില്ല, പക്ഷെ പിശാചിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ: വിശുദ്ധന്മാരെ ഇല്ലായ്മ ചെയ്യുക. എങ്ങനെയൊക്കെ വേണമെങ്കിലും. ഈ കുടുംബത്തകർച്ച എന്ന് പറയുന്നത് പിശാചിൻ്റെ ഒരു വലിയ പ്രോഗ്രാമാണ്. പിശാചിൻ്റെ ഒരു വലിയ പ്രോഗ്രാമാണ്. കുടുംബങ്ങളെ തകർത്ത് കളയുക, അവരെ ബിസിയാക്കുക.